ബിബിൻകുട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വളരെയധികം മാനസികമായിട്ട് ശക്തിയുള്ള 3 നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഈ 3 നക്ഷത്രക്കാർക്ക് ആര് എന്ത് പറഞ്ഞാലും ഒരു വിഷയവുമല്ല. മറ്റുള്ളവർക്ക് ഒരുപാട് വിഷമമാണ് എന്തെങ്കിലും ആരെങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ദുഃഖിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരാജയത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഞാൻ പറയാൻ പോകുന്ന 3 നക്ഷത്രക്കാർക്ക് ഈ ഒരു പ്രശ്നം ഒരു വിഷയമേ അല്ല. അവരവരുടെ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അവരുടെ സ്വന്തം കയ്യിലാണ് ഇരിക്കുന്നത്. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളോ മനസ്സിലാക്കി അതിൻ്റെ പിന്നാലെ മാനസികമായി സങ്കടപ്പെടുന്ന സ്വഭാവം ഇവർക്ക് ഇല്ല. ആ നക്ഷത്രക്കാർ ആരൊക്കെ നമുക്ക് പരിചയപ്പെടാം. 3 നക്ഷത്രക്കാരേ ഉള്ളൂ. അപ്പോൾ ബിബിൻകുട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് ഫോർവേഡ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാരെ കുറിച്ചാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ അവർ റിയാക്ഷൻ അവരുടെ മുഖത്ത് കാണിക്കും. അത് ഒരു അടവാണ്. അതായത് മറ്റുള്ളവർക്ക് ഇവർ സങ്കടപ്പെട്ടു എന്ന് തോന്നിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ കരഞ്ഞു കാണിക്കാം, അല്ലെങ്കിൽ സങ്കടമായി മുഖം മ്ലാനമാക്കാം. അല്ല, ഇവരുടെ മനസ്സിൽ എല്ലാ കാര്യത്തെയും ധീരതയോടുകൂടി നേരിടുന്ന സ്വഭാവം തന്നെയാണ്. പക്ഷേ ആരെങ്കിലും വന്ന് ഇവർ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഫീൽ ചെയ്ത രൂപത്തിലായിരിക്കും ഇവരിയ്ക്കുന്നത്. അത് അവർ ചുമ്മാ എടുത്തൊരു നമ്പർ മാത്രമാണ്. ഇവരുടെ മനസ്സിനും വളരെ ധൈര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന ആൾ പറയുന്നൊരു ഓപ്പോസിറ്റ് കാര്യം ചെയ്ത് കാണിക്കാൻ അവർക്ക് സാധിക്കും. രോഹിണി നക്ഷത്രക്കാർ അത്തരം കാര്യങ്ങളിലൊന്നും വെല്ലുവിളിച്ചു കഴിഞ്ഞാലൊന്നും അവർക്കത് ഏൽക്കില്ല. സ്വന്തമായി കലാപരമായ കാര്യങ്ങളൊക്കെ കഴിവുകളുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ സഞ്ചാരപാത വളരെയധികം വ്യത്യാസമായിരിക്കും. മാത്രവുമല്ല സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ ഒരുപാട് ഇവരുടെ ജീവിതത്തിലേക്ക് എത്തും. എങ്കിലും ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, രോഗം, പ്രയാസം, രക്തസംബന്ധമായ പ്രയാസങ്ങൾ, വയറു സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, കാഴ്ചക്കുറവ്, അതുപോലെ തന്നെ വായ്ക്കുള്ളിലുണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ, തകരാറുകൾ തുടങ്ങിയ കാര്യങ്ങൾ, മൂക്കിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളും മുട്ടുകാലിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളൊക്കെയാണ് ഇവർക്ക് പ്രശ്നമാണ്. പിന്നെ വിട്ടുമാറാത്ത പനിയും ചിലതുണ്ട്. ഈ ഒരു പ്രശ്നം ഇവരെ വളരെയധികം ബാധിക്കുന്നതാണ്. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇവരെ വളരെയധികം ആരോഗ്യമുള്ളവരായിട്ട് ആണ് കാണുന്നത്. ശരിക്കും ഇവരിലെ ആരോഗ്യ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും വെച്ചിട്ട് തന്നെയാണ് ഇവർ നടക്കുന്നത്. എല്ലാവർക്കും ഇവരുടെ പെരുമാറ്റവും പ്രവർത്തികളൊക്കെ ഇഷ്ടപ്പെടും. എങ്കിലും പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാർക്ക് അല്പം അകൽച്ചയും അലർജിയും ഒക്കെ ഇവരോട് തോന്നാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രക്കാർ പൊരുത്തമുള്ളവരോടും പൊരുത്തമില്ലാത്തവരോടൊക്കെ ഒരു പ്രത്യേക അകലം വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആരും അടുത്തോട്ട് കൂടുതലായിട്ട് കടന്നു കയറുന്നതൊന്നും ഇവർക്ക് ഇഷ്ടമില്ല. എല്ലാ ആളുകൾക്കും ഒരുപാട് അതിർവരമ്പ് വെച്ചിട്ടാണ് രോഹിണി നക്ഷത്രക്കാർ സംസാരിക്കാറ്. എല്ലാ കാര്യത്തിലും അളന്നു നോക്കി തന്നെയാണ് അവർ പ്രവർത്തിക്കാറ്. പെട്ടെന്ന് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ മണ്ടത്തരമായിട്ടോ പൊട്ടത്തരമായിട്ടോ ഒക്കെ ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നാറുണ്ട്. എങ്കിലും കൃത്യമായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് അവരൊരു പ്രവൃത്തി പഠിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള മനുഷ്യർക്ക് ആലോചിക്കാൻ പറ്റാത്തതായ ചില ടെക്നിക്കുകളുള്ള ട്രിക്കുകളുള്ള ചില വിവരങ്ങൾ പഠിക്കാനായിട്ടും അത്തരം കാര്യങ്ങളിലുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കുവാനായിട്ടും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഉദാഹരണത്തിന് മാജിക്ക് പോലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ട്രിക്കുകളുണ്ട്, ടെക്നിക്കുണ്ട്. പക്ഷേ എല്ലാവർക്കും മാജിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും മാജിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. മാജിക്ക് കണ്ടു കഴിയുമ്പോൾ പറയും ഇതിൻ്റെ ട്രിക്ക് ഇതായിരുന്നു പറയാൻ പറ്റും. പക്ഷേ ഇത് കൃത്യമായിട്ട് ഒരു ട്രിക്ക് വേഗത്തിൽ ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ തയ്യാറാക്കിയ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമാണ് മാജിക്കിൻ്റെ ട്രിക്ക് പുറത്തിറങ്ങുന്നത്. പക്ഷേ ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ എത്ര പേര് ചെയ്യും? നമ്മളാരും പ്രാക്ടീസ് ചെയ്യാൻ മടിക്കുന്നു, മാജിക്ക് പഠിക്കാൻ മടിക്കുന്നു. പക്ഷേ ഇവർക്ക് ഇത് ട്രിക്കാണെന്നറിയാം, ഇതിൻ്റെ ട്രിക്ക് പലർക്കും അറിയാമെന്നും അറിയാം. എങ്കിലും അത് വേഗത്തിൽ ചെയ്ത് പെർഫോമൻസ് ചെയ്ത് ആ ഒരു കയ്യടി വാങ്ങിച്ചെടുക്കാനുള്ള കഴിവും അതിനുവേണ്ടിയുള്ള ആത്മസമർപ്പണം വെക്കാനുള്ള കഴിവും രോഹിണി നക്ഷത്രക്കാർക്ക് പ്രത്യേകമായിട്ട് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ കൈയടക്കത്തിൻ്റെ വേഗത, മായാജാലം കാണിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. എന്തുകൊണ്ട് മായാജാലം കാണിക്കുന്നു അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ജ്യോതിഷവശമായി മായാജാലം എന്ന് പറയുന്നൊരു കാര്യം കാണിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവരുടെ ദൈവം, ആ നക്ഷത്രത്തിൻ്റെ ദൈവം. അപ്പം അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു മായാജാല പ്രവർത്തി കാണിക്കുക, ആളുകളെ ഞെട്ടിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, പെട്ടെന്ന് തന്നെ വളരെയധികം ഷോക്കാക്കുന്ന ഒരു പ്രവൃത്തി കാണിക്കാൻ വളരെ എളുപ്പമാണ്. അവർക്ക് തന്മയത്തോട് വരും. അത് അധികം നേരത്തെ പഠിത്തമൊന്നും ഇവർക്ക് ആവശ്യമില്ല.
അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ നിസ്സാരമാണ്. അടുത്ത കാര്യം വെച്ചാൽ വരയ്ക്കുക, എഴുതുക, പാട്ട് പാടുക, പ്രസംഗം പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ രോഹിണി നക്ഷത്രക്കാർ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കുക, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പറയുന്ന കാര്യത്തിലാണ് ഇവരുടെ മനസ്സെപ്പോഴും കിടക്കുന്നത്. കൂടുതലും പാചകം ചെയ്യുന്ന ആളുകളോട് രോഹിണി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക സ്നേഹമാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും റിസ്ക്കായ പണി കാണുന്നത്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നതാണ് ആരെങ്കിലും പാചകം ചെയ്യുന്നത്. ശരിയായി പാചകം ചെയ്യുന്ന കാര്യത്തിൽ രോഹിണി നക്ഷത്രക്കാർ അല്പം പുറകോട്ടാണ്. പക്ഷേ ഇവർ നന്നായി പാചകം ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പാചകത്തിൽ ഇവർ പലരും വിദഗ്ധരുമാണ്. പക്ഷേ ഇവരുടെ ഉള്ളിൽ എൻ്റെ പാചകം പോരാ എന്ന ചിന്ത ഉണ്ടാകാറുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്ന മറ്റുള്ളവർ ടേസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ അതേപ്പറ്റി പ്രശംസിച്ച് പറയാനും കഴിച്ച ഭക്ഷണത്തെപ്പറ്റി പ്രശംസിച്ച് പറയാനൊക്കെ കഴിവ് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെപ്പോലുള്ളവർ യൂട്യൂബ് ചാനലുകളൊക്കെ തുടങ്ങിയാൽ തീർച്ചയായും ഭക്ഷണത്തെപ്പറ്റി സംബന്ധിച്ചുള്ള കാര്യമായിരിക്കും അവർ വീഡിയോ ഇടുന്നത്. മനസ്സിലാക്കും. ഫുഡിൻ്റെ ബ്ലോഗ് നടത്തണമെന്നുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിലോട്ട് തന്നെ വരും. എല്ലാവരും അല്ല കേട്ടോ, ഫുഡ് ബ്ലോഗ് ഇടുന്നവരും പലരും രോഹിണിക്കാരല്ല. പക്ഷേ രോഹിണിയിലുള്ളവർക്ക് കൂടുതൽ താല്പര്യം അത്തരം കാര്യങ്ങളുണ്ട്. ഫുഡിൻ്റെ പ്രോഡക്റ്റുകൾ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയധികം അവർക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഫുഡിനെ സംബന്ധിച്ചുള്ള നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഫുഡ് ഇൻസ്പെക്ടർ പോലുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് കയറാനുള്ള ജോലി തേടിയെടുക്കാനൊക്കെ ഇവർക്ക് പ്രത്യേക ബിരുദമാണ്. രണ്ടാമത് യാത്ര സംബന്ധിച്ച് ജോലികൾ, ഇപ്പോൾ ട്രെയിൻ ഗതാഗതം പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് സംബന്ധിച്ച് ജോലികൾ കിട്ടാൻ പരമാവധി ഇവരെ ശ്രമിക്കും. ജീവിതത്തിൽ യാത്രകൾ ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ്. അത്തരം കാര്യങ്ങളും കലാപരമായ കാര്യങ്ങളും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുക, യാത്രകൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ജോലി ചെയ്യാൻ ഇവർ വളരെയധികം ഇഷ്ടപ്പെടും. മാത്രമല്ല ആളുകളെ എല്ലാവരും തങ്ങളെ തന്നെ നോക്കണമെന്നുള്ള ചിന്ത ഇവരുടെ മനസ്സിലുണ്ട്. അതിനുവേണ്ട പ്രവർത്തികളെല്ലാം ഇവർ ചെയ്യും. കലാപരമായ പ്രവർത്തികളാണെങ്കിലും അവർ ചെയ്യും. ഡിസൈനിങ് പോലുള്ള കാര്യങ്ങൾക്കും ഇവർക്ക് നല്ല കഴിവുണ്ട്, വരയ്ക്കാൻ അറിയാവുന്നത്. അടുത്ത നക്ഷത്രഭേദം നമുക്ക് നോക്കാം. അപ്പം മാനസികമായി വളരെയധികം ശക്തിയുള്ള നക്ഷത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും തടസ്സവാദമായിട്ട് ആളുകൾ വരാറുണ്ട്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ഭാര്യ, ഭർത്താവ് ഏത് രൂപത്തിലാണ് വരുന്നത് അത് എവിടുന്നും വരാം. സോഷ്യൽ മീഡിയ മുഖാന്തരം, സുഹൃത്തുക്കളുടെ എവിടുന്നും തടസ്സവാദക്കാർ. ഈ തടസ്സവാദക്കാരെ എണ്ണത്തിൽ കൂടുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. പക്ഷേ ഈ തടസ്സവാദക്കാരെ ഇവർ മൈൻഡ് ചെയ്യാറില്ല. അങ്ങ് ഒരു കാര്യം കേട്ട ഭാവം പോലും ഇവർക്കില്ല. അതുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, പറയുന്ന ആളുകളുടെ കാര്യങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അടുത്ത നക്ഷത്രക്കാരും നമുക്ക് നോക്കാം. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാർക്ക് ജോലി, ഏത് തരത്തിലുള്ള ജോലിയും ചെയ്യാൻ അവർക്ക് പ്രത്യേക തൻ്റെ ഇടമാണ്. ഏത് സ്ഥലത്തും പോയി നിന്ന്, ഒരു ഹോസ്റ്റലിലാണെങ്കിലും നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ജീവിച്ച്, ചുരുങ്ങിയ ഭക്ഷണം കൊണ്ട് ജീവിച്ച് ആ ഒരു കാര്യത്തിൽ നേടിയെടുക്കുക. സ്വന്തം ലക്ഷ്യം നേടുന്നവരെ എന്ത് കാര്യങ്ങളും സഹിച്ച് കിടക്കാനുള്ള കഴിവ് മകം നക്ഷത്രക്കാർക്ക് കൂടുതലാണ്. മാനസികമായ കരുത്ത് വളരെ കൂടുതലാണ്. ഒരു പക്ഷേ ആളുകൾ ചോദിക്കാം, നീ ഈ ജോലി ചെയ്യുന്നത് എന്തിനാണ്? നിനക്കിതിൽ കൂടുതൽ വിദ്യാഭ്യാസമുണ്ടല്ലോ, എങ്കിൽ നിനക്ക് നല്ല ജോലി നേടിക്കൂടെ തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിച്ചാൽ വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെപ്പറ്റി അവർക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും മകം നക്ഷത്രക്കാർ ആ ജോലി ഉപേക്ഷിക്കാനായിട്ട് മടിക്കും. അവർ ആ കാര്യങ്ങൾ ആളുകൾ പറയുന്നത് മൈൻഡ് ചെയ്യില്ല. കുടുംബത്തിൽ എന്ത് കാര്യങ്ങളുണ്ടായാലും ഇവർ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മൈൻഡ് ചെയ്യില്ല. ഇവർക്ക് തോന്നുന്ന ലക്ഷ്യത്തിലേക്കാണ് ഇവരുടെ യാത്ര എപ്പോഴും വരുന്നത്. അതുകൊണ്ട് തന്നെ വിജയം വരിച്ച ശേഷം മാത്രമേ മകം നക്ഷത്രക്കാർ ഒരു കാര്യം നിർത്തും. പക്ഷേ ഇവർ പറയുന്ന അഭിപ്രായങ്ങൾ പലർക്കും രസിച്ചെന്ന് വരില്ല. പല കാര്യങ്ങളിലും കയറി ചോദ്യം ചെയ്യുന്ന സ്വഭാവം മകം നക്ഷത്രക്കാരുണ്ട്. ആസ്ഥാനത്ത് കയറി അഭിപ്രായം പറയുന്ന സ്വഭാവം മകം നക്ഷത്രക്കാർക്കുണ്ട്. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും വാക്കുതർക്കങ്ങളും വഴക്കുകളൊക്കെ വീടിനും വാഹനത്തിനും പുറത്തും സുഹൃത്തുക്കൾക്കിടയിലും മാതാപിതാക്കൾക്കിടയിലും സഹോദരങ്ങൾക്കിടയിലും മക്കൾക്കിടയിലും ഭാര്യയ്ക്കും ഭർത്താവിനിടയിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇതും മനസ്സിലാക്കണം എപ്പോഴും. കാരണം വെച്ച് കഴിഞ്ഞാൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മകൻ നക്ഷത്രക്കാരെ അല്പം ക്ഷമയോടുകൂടി നിൽക്കുക. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണോ ഞാൻ പറയുന്നതെന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുക. കാരണം വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കഴിവതും അകന്നു നിൽക്കണം. നിങ്ങളുടെ ജോലിയോ സമ്പത്തിനെയോ ബാധിക്കാതെ ഈ കാര്യങ്ങൾ ഇപ്പം ജോലി സ്ഥലത്താണ് നിങ്ങൾ സഹപ്രവർത്തകരോടാണ് വാക്കുതർക്കം ഉണ്ടാക്കുന്നത്, ഒരു പക്ഷേ ജോലി പോകാം. സ്ഥാപനത്തിൻ്റെ ഉടമയോടാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ ജോലി നഷ്ടപ്പെടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയെടുക്കുക. ജോലി സ്ഥലങ്ങളിലും ഇവരുടെ പെരുമാറ്റം സ്വന്തം വീട് പോലെയാണ്. അതായത് ജോലി ചെയ്യുക എന്നുള്ള രീതിയിലല്ല, ഒരു വീട്ടിലെ ജോലികൾ ചെയ്യുന്ന രീതിയിലാണ് ഇവർ മറ്റെല്ലാ ജോലികളും ചെയ്യുന്നത്. എല്ലാവരോടും സൗഹൃദം ഉറക്കെ സംസാരിച്ചും ചിരിച്ചും തമാശ പറഞ്ഞുമാണ് ഇവരുടെ ജോലികൾ പോവുക. അങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള രീതിയിലല്ല ഇവരുടെ ജോലികൾ പോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായ കരുത്തുള്ളവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. മറ്റുള്ളവരൊരു ജോലി സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ വളരെയധികം പേടിച്ചും ഭയന്നും സംസാരിക്കാതെയും മൊബൈൽ ഓണാക്കാതെയും പേടിച്ചും ഭയന്നും ഒക്കെ ഇരിക്കുമ്പോൾ ഇവരുടെ രീതി അങ്ങനെയൊന്നുമല്ല. ഇവർ മറ്റൊരു രീതിയിലാണ് അവരുടെ ആരോ ആണ് കടയിലിരിക്കുന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ പെരുമാറ്റം. അതിനുള്ള ധൈര്യം ഇവർക്കുണ്ട്. അത് അവർ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് മറ്റവരും അവിടെ പ്രതികരിക്കില്ല. അവർക്ക് അവരെ പേടിയായിരിക്കും. മകൻ നക്ഷത്രത്തിലുള്ളവരെ ചിലപ്പോൾ ആ ഒരു സ്ഥാപനത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഭയോ ഭക്തിയോ ബഹുമാനം തോന്നുന്നുണ്ട്
കയറി അങ്ങോട്ട് എളുപ്പം ഭരിക്കാനായിട്ട് ചെല്ലത്തില്ല. പക്ഷേ എല്ലാ ആളുകൾക്കും ഇത് എളുപ്പമല്ല. അതുകൊണ്ട് മാനസികമായി വളരെ കരുത്തുള്ള ആളുകളാണ് മകം നക്ഷത്രം. അടുത്ത നക്ഷത്രം പരിചയപ്പെടാം. ഉത്രട്ടാതിയാണ് അടുത്തായിട്ട് നമ്മൾ പറയുന്നത് മാനസികമായ കരുത്തുള്ള നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനമായി ദൈവം അനുഗ്രഹിച്ചു കൊടുക്കുന്ന ആരോഗ്യമാണ്. ശാരീരികമായ ആരോഗ്യം, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വളരെയധികം ആരോഗ്യം. വളരെ വിരളമായി 100 പേരെടുത്തു കഴിഞ്ഞാൽ 2 പേര് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. വയറ് സംബന്ധിച്ച് യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും അനുഭവിക്കത്തില്ലാത്ത ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി. വയറ്റുവേദനയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് വളരെ വിരളമാണ്. അത് ഡോക്ടർമാരെ കാണിച്ച് ചികിത്സിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ 3/4 പങ്കും ജനിക്കുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശാരീരികമായി ഉന്മേഷക്കുറവ് ഇല്ല. ഇനി വയറുവേദന പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അതവർ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകും. അതിനുള്ള മനക്കരുത്ത് അവർക്കുണ്ട്. നമ്മൾ മനക്കരുത്തിനെ കുറിച്ചാണ് പറയുന്നത്, ശരീരത്തിൻ്റെ കരുത്തല്ല, മനസ്സിൻ്റെ കരുത്താണ് പറയുന്നത്. അതുകൊണ്ട് മനക്കരുത്ത് അവർക്കുണ്ട്. രോഗമുണ്ടെങ്കിലും ഒരു പടി കൂടി മുന്നിൽ. അതുകൊണ്ട് തന്നെ വ്യായാമം, യോഗ, സ്റ്റണ്ട്, കരാട്ടെ അല്ലെങ്കിൽ മാർഷ്യൽ ആർട്ട് തുടങ്ങിയ കാര്യങ്ങളും ജിംനേഷ്യം തുടങ്ങിയ കാര്യങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് പോകാൻ ധൈര്യം കാണിക്കുന്നവരും അങ്ങനെയുള്ള കാര്യങ്ങൾ കയറി പെർഫോം ചെയ്യാനും മത്സരം ശാരീരികമായി ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പോലും അവർ ഫൈറ്റ് കയറി ചെയ്യാനും ധൈര്യം കാണിക്കുന്ന സ്ത്രീയും പുരുഷനുമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരിലുള്ളവർ. കാരണം വെച്ചാൽ അവർക്ക് അത്തരം കാര്യങ്ങളൊന്നും ഭയമില്ല. വാഹനങ്ങളെടുത്ത് ബൈക്ക് സ്റ്റണ്ട് പോലുള്ള കാര്യങ്ങൾ കാണിക്കുക, വലിയ കുഴിയിലേക്ക് ചാടുന്ന സാഹസ്യ പ്രവർത്തനങ്ങൾ കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പാരചൂട്ടിൽ നിന്ന് ഡൈവ് ചെയ്യുക, പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടുക. അതുകൊണ്ട് തന്നെ സൈനികരാകാൻ, പോലീസ് ഉദ്യോഗസ്ഥരാകാൻ, ഫയർ ഫോഴ്സ് പോലുള്ള കാര്യങ്ങളാകാൻ, അല്ലെങ്കിൽ സാധാരണ ജോലികളായിട്ട് നമുക്കറിയാം ഇത് റിസ്ക്കുള്ള പല പല ജോലികളുണ്ട്. ഒരുപാട് റിസ്ക്കുകളുള്ള, ഒരുപാട് നില വെച്ചും മേടി പെയിൻറ്റ് ചെയ്ത് പോകുന്ന ജോലികളോ അല്ലെങ്കിൽ തൊട്ടി പോലുള്ള കാര്യങ്ങൾ തൂങ്ങി വരുന്ന ജോലികളോ ഇല്ലെങ്കിൽ ഫർക്ക് ഓഫ് കമ്പനി ജോലി ചെയ്യുന്ന ആളുകളോ ഒക്കെയാണെങ്കിലും അത് റിസ്ക്കുള്ള എല്ലാ ജോലിയും ഒന്ന് കണ്ണിടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകുന്ന എല്ലാ ജോലികളും ചെയ്യാനും ധൈര്യവും തൻ്റെയുള്ള നക്ഷത്രക്കാരാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീയാണേലും പുരുഷനാണ്. ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതുപോലെ വിദേശ യാത്രകളുടെ ഒറ്റയ്ക്ക് നടത്താൻ പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസും വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, പ്രത്യേകിച്ച് അതിനെപ്പറ്റി യാതൊരു മുൻധാരണകളും ഇല്ലെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള ധൈര്യം ഉത്രട്ടാതി നക്ഷത്രക്കാർ കാണിക്കാറുണ്ട്. യാത്രകളിലൂടെ ധാരാളം പരിചയക്കാരെയും സുഹൃത്തുക്കളെയും സമ്പാദിക്കുകയാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ധാരാളം സുഹൃത്ത് ബന്ധങ്ങൾ ഇവർക്കുണ്ട്. അതുകൊണ്ട് ഏത് ആവശ്യത്തിനുമുള്ള രീതിയിൽ ഇവർ കോൺടാക്ട് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ മിക്കവരും സുഹൃത്തുക്കളാവുന്നവർ ഇവരോട് പെട്ടെന്ന് തന്നെ പിണങ്ങി പിരിയാനും സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരു പക്ഷേ കൂട്ടത്തിൽപ്പെടുന്ന സുഹൃത്തിന് വലിയ മാനസികമായി ഒരു ഉന്മേഷമില്ലാത്ത സുഹൃത്തായിരിക്കും, മുന്നോട്ട് വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരിക്കും. ഈ ഒരു ഉത്രട്ടാതിപ്പെട്ട ആൾ വലിയ ലക്ഷ്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ മറ്റേ ചിലപ്പോൾ അസൂയ കൊണ്ട് ചിലപ്പോൾ ആ വ്യക്തി കൂട്ട് വിടാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട, പുതിയ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കളെ വെച്ചല്ല നിങ്ങൾ ചെയ്യുന്നത്, ഒറ്റയ്ക്ക് തന്നെയാണ്. സുഹൃത്തുക്കളെ നിങ്ങൾ ചൂഷണം ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായി കരുത്തുള്ള 3 നക്ഷത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഉത്രട്ടാതി, മകം, രോഹിണി. ഇത്ര നക്ഷത്രക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബിബിക്കുട്ടൻസ് വ്ലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക.